ഇത് 2025 എഡിഷൻ F1 കളക്ഷൻ ഹോട്ട് വീൽസിന്റെ വക. ഇതിൽ 5 സെറ്റ്സ് കാറുണ്ട് മൊത്തത്തിൽ. അതായത് ഓരോ റേസിംഗ് ടീമിൻ്റെ ആയിട്ട് 5 കാർസ് വരും. ഇത് മൊത്തം കൂടെ നമ്മളെ നാട്ടിൽ ഇതേ സെയിം സാധനത്തിന് ഒരു 1800 2000 എബോ ആ റേഞ്ചിലാണ് പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പുറത്തുനിന്ന് അയച്ചാണ്. ഇത് വെറും 700 സംതിങ് ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ പ്രോഫിറ്റബിൾ ആണ്. നമുക്ക് ഇതിലത്തെ ഓരോ കാർസും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ സെറ്റിലെ ഫസ്റ്റ് കാറും എൻ്റെ ഫേവറേറ്റ് കാറും ഒറാക്കിൾ റെഡ് ബുൾ റേസിംഗ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ റീസെൻറ്റ് ടൈംസ് ആയിട്ട് ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യുന്ന ടീമാണ് വരുന്നത്. അതുമല്ലാതെ മാക്സ് വെസ്റ്റാപ്പനെ പോലത്തെ നല്ല ഡ്രൈവേഴ്സ് ഉള്ള ഒരു ടീമാണ് ഇത്. അതുകൊണ്ടാണ് ഈ സെറ്റിലെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് കാറായിട്ട് ഞാൻ ഒറാക്കിൾ റെഡ് ബുൾ റേസിംഗിനെ സെലക്ട് ചെയ്ത്. മൈ സെക്കൻഡ് ഫേവറേറ്റ് കാറാണ് മെഴ്സിഡീസ് AMA പെട്രോണാസ് എന്ന് പറയുന്ന കാറ്. ഇത് ഫേവററ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ടീമിൽ ഇല്ലെങ്കിലും 2013 തൊട്ട് 2024 വരെ ഈ കാറ് ഡ്രൈവ് ചെയ്തത് സാക്ഷാൽ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഇപ്പോൾ പുള്ളി ഫെറാറിയിലാണെങ്കിലും ആ പുള്ളി ഓടിച്ചൊരു കാറായിട്ട് എൻ്റെ സെക്കൻഡ് ഫേവററ്റ് ആയിട്ട് ഈ ഒരു മെഴ്സിഡീസ് AMA പെട്രോണാസ് വന്നിട്ടുണ്ട്. തേർഡ് വൺ BWT ആൽപൈൻ F1 ടീമാണ്. ഈ കാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഒരു ഭയങ്കര വെറൈറ്റി കോമ്പിനേഷൻ ഓഫ് കളേഴ്സാണ്. അതായത് ഒരു അടിക്കുന്ന ബ്ലൂ, അതിൻ്റെ കൂടെ തന്നെ അടിക്കുന്ന ഒരു പിങ്ക്, കണ്ണ് കുത്തുന്ന കളേഴ്സുമായിട്ട് ഈ സെറ്റിലെ ഒരു യൂണിക് വൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫോർത്ത് വൺ മണിഗ്രാം ഹാസ് F1 ടീമാണ്. ഇവരാണ് ഓൺലി ടീം ഇൻ F1 ബേസ്ഡ് ഓൺ അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ബേസ്ഡ് ഓൺ വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു നല്ല കോമ്പിനേഷൻ കളേഴ്സ് ഉള്ള ഒരു കാറാണ് ഈ സെറ്റിലെ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അത്ലാഷ്യൻ വില്യംസ് റേസിംഗ്, വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് നെയിംസ് ഇൻ F1 ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കറൻ്റ്ലി ഡ്രൈവ് ചെയ്യുന്നത് കാർലോസ് സെയിൻസ് ജൂനിയർ ആണ്. ഇതൊക്കെയാണ് നമ്മളെ ഈ സെറ്റിലെ കാർസ് വരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒറാക്കിൾ റെഡ് ബുൾ റേസിംഗിൻ്റെ കാറാണ്. നിങ്ങളുടെ ഫേവററ്റ് ഈ സെറ്റിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക.